ഏതാണ്ട് 2 മാസത്തിനടുത്തുള്ള ഇടവേളയ്ക്ക് ശേഷം കുവൈറ്റിൽ നിന്ന് യാത്രാ വിമാനങ്ങൾ പറന്നുയർന്നതിന്റെ ആവേശത്തിലും ആശ്വാസത്തിലുമാണ് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തെ തുടർന്ന് പ്രവർത്തനം നിലച്ച കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം മുതലാണ് സർവീസുകൾ ഏറെക്കുറെ കാര്യമായി പുനരാരംഭിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 4ലും 5ലും നിന്ന് വിമാന സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ഞായറാഴ്ച ടെർമിനൽ 4ൽ നിന്ന് കുവൈറ്റ് എയർവേസും ടെർമിനൽ 5ൽ നിന്ന് ജസീറ എയർവേസും സർവീസുകൾ നടത്തിയിരുന്നു. നമ്മൾ പറഞ്ഞതുപോലെ ഏകദേശം ഒരു 57 ദിവസത്തെ വിമാനത്താവളം അടച്ചിട്ടതിന് ശേഷമാണ് നേരിട്ടുള്ള സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നത്. ഇത് ഇന്നും ഇനി അടുത്ത ദിവസങ്ങളിലുമായിട്ട് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. കുവൈറ്റ് എയർവേസ് ഇന്നു മുതലാണ്, അതായത് തിങ്കളാഴ്ച മുതലാണ് കേരളത്തിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കുന്നത്. കൊച്ചിയിലേക്ക് ആഴ്ചയിൽ 3 സർവീസ് ഉണ്ടാവും. തിരുവനന്തപുരത്തേക്ക് 2 സർവീസ് ഉണ്ടാവും. തിങ്കൾ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് കൊച്ചി സർവീസുകൾ. തിങ്കൾ, വെള്ളി ദിവസങ്ങളിലാണ് തിരുവനന്തപുരത്തേക്കുള്ള വിമാനങ്ങളും. കുവൈറ്റിൽ നിന്ന് കൊച്ചിയിലേക്ക് ജസീറ എയർവേസ് ആഴ്ചയിൽ 3 സർവീസുകൾ നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൊച്ചിയിലേക്ക് ബുധൻ, വ്യാഴം, ശനി ദിവസങ്ങളിലും കൊച്ചിയിൽ നിന്ന് കുവൈറ്റിലേക്ക് വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലുമാണ് ജസീറ എയർവേസിന്റെ സർവീസുകൾ ഉണ്ടാവുക. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കുവൈറ്റ് വ്യോമപാത തുറന്നത്. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഈ സർവീസുകൾ വ്യാപിപ്പിക്കുന്നതെന്നാണ് കുവൈറ്റ് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അധികം താമസിയാതെ തന്നെ സാധാരണ നിലയിലുള്ള സർവീസുകൾ വിമാനത്താവളത്തിൽ നിന്ന് പുനരാരംഭിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് കുവൈറ്റ് എയർപോർട്ടുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്.